أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ജുമായുടെ സുന്നത്തുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഒന്ന് കുളി, പല കാര്യങ്ങളും പറഞ്ഞു. കുളി വേറെയും കുളികൾ പറഞ്ഞു. അതിന്റെ പുറമെ രാവിലെ പുറപ്പെടുക, അങ്ങനെ 2 സുന്നത്താണ് പറഞ്ഞു. ഇനി തുടർന്നും ഏതാനും സുന്നത്തുകളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വതസയ്യുനുൻ ബിഅഹ്സനി സിയാബിഹി, ജുമുഅക്ക് പോകുമ്പോൾ വതസയ്യുനുൻ, സീനത്താകൽ, അലങ്കാരമുടയവരാകൽ. എന്തുകൊണ്ട്? ബിഅഹ്സനി സിയാബിഹി, തന്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല അഴകായിക്കൊണ്ട് പോവുക. നല്ല വസ്ത്രം എന്ന് പറഞ്ഞാല് വൃത്തിയുള്ളത് എന്നുള്ള അർത്ഥത്തിനും ആവാം, അതല്ലാതെ മുന്തിയത് എന്നുള്ള അർത്ഥത്തിനും ആവാം. പക്ഷേ ഈ നല്ല വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഅഫ്ളലുഹാ, എന്നാൽ ഈ വസ്ത്രങ്ങളിൽ ജുമാക്ക് പോകുന്നവനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം അൽ അബിയദു, വെള്ളയാണ്. പെരുന്നാളിനും പറയും അങ്ങനെ തന്നെ, തസയ്യുനും ബിഅഹ്സനി സിയാബിഹി, ഏറ്റവും നല്ല വസ്ത്രം കൊണ്ട് അഴകാകുക. പക്ഷെ അവിടെ മുന്തിയത് എന്നാ വെക്കുന്നത്. വെള്ളയാണെങ്കിലും അല്ലെങ്കിലും പെരുന്നാളിന് പോകുമ്പം കൂട്ടത്തിൽ മുന്തിയ വസ്ത്രം ധരിക്കലാണ് ഉത്തമം. അതേസമയത്ത് ജുമുഅക്ക് ഏറ്റവും മുന്തിയതാണോ അല്ലേ നോക്കിയിട്ടല്ല, വെള്ളയാണ് അഫ്ളൽ. അതോടുകൂടി മുന്തിയതുമാണെങ്കിൽ നല്ലത് തന്നെ. ഇനി അത്ര മുന്തിയതല്ല എങ്കിലും വെള്ളയാണ്. എന്നാൽ അതിൽ തന്നെ പുതിയതുണ്ടെങ്കിൽ അതാണ് ഏറെ ഉത്തമം. ഇനി പുതിയതില്ലെങ്കിൽ കൂട്ടത്തിൽ താരതമ്യേന പുതിയതേതാണോ അതാണ് ഉത്തമം. വയലി അൽ അബിയള, ഇനി വെള്ളവസ്ത്രം ഇല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സ്ഥാനത്ത് വരും മാ സുബിഗ ഖബല നസ്ജിഹി, നെയ്യുന്നതിന് മുമ്പ് ചായം കൊടുക്കപ്പെട്ടത്. അതായത് അതിന്റെ നൂലിന് തന്നെ ചായം കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് നെയ്തതിന് ശേഷം ചായം കൊടുത്തതിനേക്കാളും നല്ലത് എന്ന്. എന്നാൽ ഖാല ശൈഖുന ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞിരിക്കുന്നു അത്രേ, എന്ത്? വയുക്റഹു, കറാഹത്താക്കപ്പെടും, മാ സുബിഗ ബഅദഹു, നെയ്തതിന് ശേഷം ചായം മുക്കപ്പെട്ടത്. തുഹഫയിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും അത് മുഅ്തമദല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും വർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചായപ്പുല്ലുണ്ട്, അതിന്റെ കളർ മുക്കിയ വസ്ത്രം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ധരിക്കാറുണ്ട്. അത് ജുമായുടെ സമയത്തും ധരിക്കാറുണ്ട്, മറ്റ് ജമാഅത്തുകളുടെ സമയത്തും ധരിക്കാറുണ്ട്. ചിലപ്പോൾ ആ മുക്കിയ ചായത്തിന്റെ അടയാളം അവിടുത്തെ ദേഹത്തിന്റെ വടുവുകളിൽ കാണാറുണ്ടായിരുന്നു എന്ന് വരെ സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ നെയ്തതിന് ശേഷം ചായ മുക്കിയത് കറാഹത്താണ് എന്ന് പറഞ്ഞത് മുഅ്തമദാകാൻ യാതൊരു സാധ്യതയും ഇല്ല. തന്നെയല്ല, തുഹഫയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടും ഇല്ല. മറ്റേതെങ്കിലും തന്റെ കിതാബിൽ പറഞ്ഞിരിക്കാം, എന്നാൽ പോലും അത് മുഅ്തമദല്ല. അതാ വലൗ ബിഗൈരിൽ ഹുംറത്തി, ചുമപ്പല്ലാത്ത മറ്റ് കളറാണെങ്കിൽ പോലും ചായം മുക്കിയ, അത് നെയ്തതിന് ശേഷം ചായ മുക്കിയ വസ്ത്രം കറാഹത്താണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ വെയിറ്റ് മുക്കുക, അതുപോലെ തന്നെ നീലം മുക്കുക പോലത്തതൊക്കെയാണ് ഈ പറയുന്നത്.
മനസ്സിലായില്ലേ? അലക്കിയ വസ്ത്രത്തില് സൂപ്പർ വെയിറ്റ് മുക്കിയാൽ അത് കറാഹത്താണ് എന്ന്, പക്ഷെ അത് മുഅ്തമദല്ല. അതല്ലെങ്കിൽ നീലം മുക്കിയാൽ അത് കറാഹത്താണ്. ഇനി അതുപോലെ ഇനി മറ്റു വല്ല കളറും കൊടുക്കുന്നു, അത് കറാഹത്താണ് എന്ന് ശൈഖുന പറഞ്ഞു എന്ന് അന്നഹു ലം യൽബിസുഹു എന്ന്. പക്ഷേ വഫീഹി നദർ ഫൈന ഇത്റാഖ് സ്വഹാബത്തി ലിബ്സിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ബൂഗ അല ഇഖ്തിലാഫി അൽവാനിഹി യദുല്ലു അന്നഹു ലാ ഫർഖ. ഏതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധ കളറുകളിലുള്ള കളർ മുക്കിയ, അതായത് നെയ്തതിന് ശേഷം കളർ മുക്കിയ വസ്ത്രം ധരിച്ചിരുന്നു എന്ന് സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വെള്ളയാണ് നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ നേരത്തെ ചായ മുക്കിയതാണ് നല്ലത് എന്ന് പറയാം. കറാഹത്താണെന്ന് പറയാൻ വകുപ്പില്ല. കറാഹത്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നസ്സ് വിരോധിച്ചിരിക്കണം. അതല്ലെങ്കിൽ അത് ഹറാമാണെന്ന് അയിമ്മത്തിന് ആർക്കെങ്കിലും കൗലുണ്ടായിരിക്കണം. അത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ആ കറാഹത്ത് സുബൂത്താവൂല. മനസ്സിലായില്ലേ? നല്ലതല്ല, ഉത്തമം ഒന്നിരിക്കൽ ഏറ്റവും വെള്ളയാണ്. ഇനി വെള്ള അല്ലെങ്കിൽ നേരത്തെ ചായ മുക്കിയതാണ്. അപ്പൊ ഖിലാഫുൽ അഫ്ളൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതെങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഖിലാഫുൽ അഫ്ളൽ പറയാൻ? അത് ചുരുക്കം അപൂർവ സന്ദർഭങ്ങളിലാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളറുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ളൂ. സാധാരണ അവിടെ നിന്ന് നേരത്തെ നെയ്യുന്നതിന് മുമ്പ് ചായ മുക്കിയതോ അല്ലെങ്കിൽ വെള്ളയോ ആയിരുന്നു ധരിച്ചിരുന്നത്. അപ്പൊ അതാണ് അഫ്ളൽ. മറ്റേ ഖിലാഫുൽ അഫ്ളലാണ് എന്ന് വേണമെങ്കിൽ പറയാ, കറാഹത്താണെന്ന് പറയാൻ വകുപ്പില്ല. ഇനി യഹ്റുമു പറഞ്ഞപ്പോ മൊത്തം ചില കാര്യങ്ങൾ പറയണം. ഹറാമാകും അത്തസയ്യുനു അലങ്കാരം സ്വീകരിക്കൽ, ബിൽ ഹരീരി പട്ടുകൊണ്ട്. പട്ട് വസ്ത്രം പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. വലോ കസൻ, അത് കസ് എന്ന് പറയുന്ന പട്ടായാലും വിരോധമല്ല. കസ് എന്ന് പറഞ്ഞത് ഈ പട്ടുനൂൽ പുഴു ഇതിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വല്ല രോഗമോ മറ്റോ ഒക്കെ വന്നിട്ട് ഇടയ്ക്ക് ചത്തുപോകുന്നുണ്ട്. അതാണ് കസ്. അത് നല്ല തിളക്കം ഉണ്ടാവില്ല, അതിന് ഒരു മങ്ങിയ പട്ടായിരിക്കും. അത് മറ്റേ പട്ടിനെ പോലെ അത്ര മേത്തരം മുന്തിയ തിളക്കമുള്ള പട്ടല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. കസ് എന്ന് പറയുന്ന പട്ട് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും എന്ത് തന്നെയാണ്? ഹറാമ് തന്നെയാണ്. ഓഹുവ ഈ കസ് എന്ന് പറഞ്ഞാല് നൗഉം മിൻഹു, ഈ ഹരീറിന്റെ ഒരു ഇനം തന്നെയാണ്. പക്ഷേ കമദുല്ലൗൻ കണ്ടോ, നിറം മങ്ങിയത. മറ്റുള്ള പട്ടുപോലെ തിളക്കം അതിനുണ്ടാവില്ല. കാരണം അതിന്റെ മൂപ്പ് പൂർത്തിയാവുന്നതിന് മുമ്പ് പുഴു ചത്തുപോയിട്ടുള്ളതാ. അതുപോലെ തന്നെ വമാ, ഒരു വസ്ത്രവും ഹറാമാവും. അക്സറുഹു വസ്നൻ, അതിന്റെ തൂക്കം കൂടുതൽ മിനൽ ഹരീരി പട്ടാണ്. ലാദുഹൂറൻ, വെളിവാണ് തോന പട്ടായതുകൊണ്ട് കുഴപ്പമില്ല. തൂക്കം കൂടുതൽ പട്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ പോളിസ്റ്റർ ഉപയോഗിക്കുന്ന രണ്ട് കോട്ടനും കൂടി കൂട്ടിയിട്ട് 80-20 ഒക്കെ പറയുന്നുണ്ടല്ലോ. ആ കോലത്തില് പട്ടും പട്ടല്ലാത്തതും കൂട്ടി മിക്സഡ് ആണെങ്കിൽ അതിൽ ഏതാണ് കൂടുതൽ? അതായത് 51% പട്ടും 49% പട്ടല്ലാത്തതുമാണെങ്കിൽ അത് ഹറാമാണ്. അതേ സമയത്ത് 49% പട്ടും 51% പട്ടല്ലാത്തതുമാണെങ്കിലോ അത് ജായിസാണ്. ഇനി 50-50 ആണെങ്കിലോ അതും ജായിസാണ്. അങ്ങനെ അത് തൂക്കാൻ നോക്കുക, പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടോ ഇല്ലേ എന്നല്ല. അതല്ല ഒരു വസ്ത്രം ഹറാമില്ല. ഒരു വസ്ത്രം ഹറാമില്ല. എങ്ങനത്തെ വസ്ത്രം? അഖല്ലുഹു, ആ വസ്ത്രത്തിന്റെ തൂക്കം കുറവ് മിൻഹു, പട്ടിനാലുണ്ട്. അപ്പൊ പട്ടും പട്ടല്ലാത്തതും കൂടിയിട്ട് മിക്സ് ചെയ്തൊരു വസ്ത്രമാണ്. പക്ഷെ 1% പട്ടാണ് കുറവ്, പട്ടല്ലാത്തത് കൂടുതലാണ്. എന്നാൽ അത് ഹറാമില്ല. വല മാ, ഒരു വസ്ത്രവും ഹറാമില്ല. എങ്ങനത്തെ വസ്ത്രം? ഇസ്തവാഫിഹിൽ അംറാനി, പട്ടും പട്ടല്ലാത്തതും രണ്ടും തുല്യ, രണ്ടും 50-50 ആണ്. എന്നാലും ഹറാമില്ല.
ഇനി വലോ ഷക്ക ഫിൽ അക്സരി, ഒരു വസ്ത്രത്തെ പറ്റി കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല, പട്ടാണോ കൂടുതല് അല്ല പട്ടല്ലാത്തതാണോ കൂടുതല് എന്ന് സംശയാസ്പദമാണെങ്കിൽ ഫൽ അസ്ലു അൽ ഹില്ലു, ഹലാലായിരിക്കണം എന്നതാണ് അസ്ല്. അതിൽ അതിൽ ഖിലാഫുണ്ട്. ഇവിടെ ഇമാം റംലി റഹ്മഹുല്ല തങ്ങളൊക്കെ പറയുന്നത് ഹറാമാണ് എന്നുള്ളതാണ് അസ്ല്. കാരണം എന്താ, പട്ട് എന്നത് അസ്ല് ഹറാമാണല്ലോ. ഇനി അത് ഹലാലാവണമെങ്കിൽ ഒരുപക്ഷെ പട്ടിനേക്കാൾ മറ്റേത് കൂടുതലാവുകയോ അല്ലെങ്കിൽ പട്ടിന് അത്ര തന്നെ എങ്കിലും മറ്റുള്ളത് ഉണ്ടാവുകയോ വേണം. അത് ഉറപ്പാകാത്തടത്തോളം പണ്ടത്തെ ഹറാമ് എന്നത് നിലനിൽക്കുകയാണ് ചെയ്യുക എന്നാണ് റംലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായം. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത് അതല്ല, അങ്ങനെ സംശയമാവുന്ന സമയത്ത് വസ്ത്രം പൊതുവിൽ അസ്ല് ഹലാലാണല്ലോ, ഇവിടെ പട്ടുണ്ട് എന്നത് കൊണ്ടാണല്ലോ ഹറാമായത്, അത് പട്ട് കൂടുതലാണെന്ന് ഉറപ്പാകാത്തോടത്തോളം ആ ഹറാമ് വരില്ല എന്നത്. അങ്ങനെ ഏതായാലും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ത്വരീഖ് അനുസരിച്ചത് ഹലാലിൽ പെടും, എന്നാൽ റംലി ഇമാമിന്റെ ത്വരീഖ് അനുസരിച്ച് അത് ഹറാമിലാവിടുന്നത്. അപ്പൊ സൂക്ഷ്മത അത് ഒഴിവാക്കരുത് തന്നെയാണ്. ഇനി അപ്പൊ സാധാരണ ഗതിയിൽ പ്യൂർ പട്ടായാലും അല്ലെങ്കിൽ ആപേക്ഷികമായി പട്ട് കൂടുതലായാലും ഹറാമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പട്ട് ഹലാലാവുന്നുണ്ട്. ഫറവൻ യഹല്ലുൽ ഹരീറു, പട്ട് ഉപയോഗിക്കൽ ഹലാലാകും. ലിഖിതാലിൻ, യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഇപ്പത്തെ യുദ്ധമല്ല, ഇപ്പത്തെ യുദ്ധം ഈ ബോംബ് ഇടണേ, പീരങ്കി പൊട്ടിക്കുന്ന, ടാങ്ക് കൊണ്ട് വെടിവെക്കുന്നൊക്കെ കാലല്ലേ, അതല്ല. പണ്ടൊക്കെ നേരിട്ടുള്ള ദ്വന്ദ്വയുദ്ധ, നേർക്ക് നേരെ മുഖാമുഖം നിന്നുകൊണ്ട് വാളുകൊണ്ടോ കുന്തം കൊണ്ടോ അമ്പുകൊണ്ടോ ഒക്കെ ചെയ്യുന്ന യുദ്ധമാണ്. അവിടെ പട്ട് ഉപയോഗിക്കാം. അതെന്താ, ഇല്ലം യജിദ് വൈറഹു, ഒരു പക്ഷെ പട്ടല്ലാത്ത വേറെ ഒന്നും ധരിക്കാൻ കിട്ടിയില്ലെങ്കിൽ അതിപ്പോ എപ്പോഴും പറ്റും. അല്ലെങ്കിൽ ആ ഉലമ്യക്കും മഖാമഹു, ഈ പട്ടിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് നിൽക്കൂല ഫീദ ഫിസലാഹി, ആയുധം തടയുന്നത്. എന്നിട്ട് വാളുകൊണ്ടുള്ള വെട്ട് നല്ല മുന്തിയ തരം പട്ടാണ് എങ്കിൽ വാളിന്റെ വെട്ട് ഇതിൽ മിനുങ്ങി ഒഴിഞ്ഞു പോവും, ശരീരത്തിലേൽക്കാതെ മുറിവേൽക്കാതെ പട്ടിന്റെ മിനുമിനുപ്പ് കൊണ്ട് വഴുതി പോവും വാള്. അപ്പോ വാള് കൊണ്ടുള്ള ആക്രമണത്തിന് ഒരു പരിധി വരെ പടയങ്കി പോലെ സഹായകമാവും മേത്തരം പട്ട് എങ്കിൽ അവിടെ പട്ട് ഉപയോഗിക്കാം. അത് അങ്ങനത്തെ ആയുധം കൊണ്ടുള്ള യുദ്ധത്തിൽ, അപ്പത്തെ യുദ്ധത്തിലല്ല എന്ന് പറയാൻ കാരണവും അതാണ്. ഫിൽ കിഫായത്തി, അൽ കിഫായ എന്ന കിതാബിൽ തസ്ഹീഹ് ചെയ്ത് സഹിയാക്കിയിരിക്കുന്നു ഖൗല ജമ്മിൻ, ഒരു വിഭാഗം ഇമാമിങ്ങളുടെ ഖൗലിനെ. എന്താണ് ഖൗല്? യജൂസുൽ ഖബാഉ, ഖബാ വസ്ത്രം അഥവാ ഈ ഓവർകോട്ട് ഉണ്ടല്ലോ, നീളായിട്ട് തന്നെ ഇപ്പൊ സാധാരണ നമ്മളെ ഇവിടെയൊക്കെയല്ലേ ശേഖന്മാര് ഉപയോഗിക്കുന്നു. തോപ്പിന്റെ പുറമെ ഒരു ബട്ടൺ ഇല്ലാതെ പൊതടുന്ന ഒരു കുപ്പായം, അതിനാണ് ഈ കബ എന്ന് പറയാം, മുന്ന് ഒന്നായിട്ട് ഓപ്പൺ ആയിട്ടുള്ള. വൈറുഹു, അല്ലാത്തതും പറ്റും. അല്ലാത്ത കാരണം ഇമ്മാ യസ്ലഹുലിൽ ഖിതാലി, യുദ്ധത്തിന് പറ്റുന്നത്. അതിപ്പോ ഇട്ടുകൊടുക്കുന്ന കുപ്പായ ആയിക്കോളണമെന്നില്ല എന്ന് ചുരുക്കം. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. ധരിക്കുന്ന വസ്ത്രം ആയുധത്തെ തടയാൻ സഹായകമാണെങ്കിൽ പട്ട് ധരിക്കാം എന്ന് പറഞ്ഞു. ഇനി ധരിക്കല്ല, അതിന്റെ പുറമെ അഴകിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാന മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ധരിക്കുന്നതാണ് ഈ മുകളിലുള്ള ഓവർകോട്ട്. അതും ധരിക്ക, യുദ്ധത്തിൽ അത് സഹായകമാണെങ്കിൽ. വൈറുഹു, സാധാരണ ധരിക്കാൻ വേറെ വസ്ത്രമുണ്ട്, പക്ഷെ യുദ്ധത്തിൽ അത് സഹായകമാണ് എങ്കിൽ ഓവർകോട്ട് വരെ ധരിക്കാം. എന്താ? ഇർഹാബല്ലിൽ കുഫാരി, കാഫിരീങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി. അതായത് വൈമുജിത വൈറുഹു എന്ന് പറഞ്ഞിടത്തേക്കാണ്. അതായത് പട്ടല്ലാത്തത് തന്നെ ആയുധത്തെ തടയാൻ പറ്റുന്ന പടയങ്കി പോലെയുള്ളതുണ്ട്, അത് ധരിച്ചാൽ മതി. എന്നാൽ പോലും അവിടെ പട്ട് ധരിക്കാം. എന്താ കാരണം? കാഫിരി ഒരു വലിയ കൈവാര ഒരു പട്ടാണ് ധരിച്ചു വരുന്നത് എന്ന്. അപ്പൊ അവർക്ക് നമ്മളെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി ഒരു ഭയം വരാൻ വേണ്ടിയിട്ട് പട്ട് ധരിക്കാം. ആയുധത്തിന്റെ
തടയാൻ വേണ്ടിയിട്ടല്ല, അതിന് വേറെ അതുപോലത്തെ പറ്റുന്ന അതിനെക്കാട്ടിലും പറ്റുന്ന പടയങ്കി പോലത്തെ ഉണ്ട്. ഇത് ഒന്നുമല്ല ഉദ്ദേശിച്ചത്. മറിച്ച് എന്താണ്, നമ്മളങ്ങനെ വലിയ കഴിവുകാരാണ് മുസ്ലിങ്ങൾ എന്ന് അറിഞ്ഞോട്ടെ ശത്രുക്കള് എന്ന് എന്ത് പറയുന്നു, അൽ കിഫായയിൽ തസഹീഹ് ചെയ്യുന്നു. എന്നാൽ അത് മുഅ്തമദല്ല. മനസ്സിലായില്ലേ? ആയുധത്തെ കൊണ്ടുള്ള ആക്രമണത്തെ തടയാൻ സഹായകമാണെങ്കിൽ ധരിക്കാം, അതൊക്കെ. അല്ല, അത് പട്ടല്ലാതെ തന്നെ ആയുധത്തെ തടയാൻ പറ്റുന്ന വേറെ വസ്തു ഉണ്ട് എങ്കിൽ പട്ട് ധരിക്കാൻ പാടില്ല എന്നതാണ് മുഅ്തമദ്. അതിനെ ഖിയാസാക്കുന്ന എങ്ങനെ? തഹ്രിയത്ത് സൈഫി ബിഫില്ലത്തിൻ, വെള്ളി കൊണ്ട് വാളിനെ അലങ്കരിക്കുക. അതുപോലെയാണ് ശത്രുക്കൾ നമ്മുടെ കഴിവും സാമ്പത്തിക ശേഷിയും കാണിച്ച് അവരിലൊരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പട്ട് ധരിക്കാം എന്ന് പറയും. പക്ഷെ ഖിയാസ് ശരിയല്ല. ആയുധത്തിൽ അങ്ങനെ ധരിക്കാം, വെള്ളി കൊണ്ട് അലങ്കരിക്കാം എന്നത് മുഅ്തമദാണ്. പക്ഷേ മറ്റൊന്ന് പട്ടല്ലാത്തത് തന്നെ ആയുധത്തിന് തടയാൻ പറ്റുന്നതുണ്ടെങ്കിൽ പട്ട് ധരിക്കാൻ പറ്റും എന്നത് മുഅ്തമദല്ല. ഇനി വേറെ അതവിടെ കഴിഞ്ഞ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത്. ഇനി വേറെ പട്ട് ധരിക്കാൻ പറ്റുന്ന സമയം, വലിഹാജത്തിൻ, പട്ട് ധരിക്കലിലേക്ക് ആവശ്യം നേരിട്ടു, പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരാവശ്യം വന്നു എന്നാൽ ധരിക്കാം. അതുപോലെ കജറബിൻ, ശരീരം ആകെ ഒരു തരം ചൊറിച്ചില്, ഇവന്റെ തൊലി മുഴുവനും ചൊറി കൊണ്ടിട്ട് നിറഞ്ഞിട്ടുണ്ട്, ചൊറി പഴുത്തിട്ട്. ഇൻ ആദാഹു വൈറുഹു, മറ്റു വസ്ത്രം അവനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ പഴുപ്പില് വസ്ത്രം ധരിച്ച, പ്രത്യേകിച്ച് കോട്ടൺ വസ്ത്രമൊക്കെ ആണെങ്കിൽ ഈ പഴുപ്പ് വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച് വസ്ത്രം അഴിക്കാൻ കഴിയില്ല, ആകെ തൊലി പൊളിഞ്ഞു പോവും. അതേ സമയത്ത് പട്ട് അതിന്റെ ഈ പളപളപ്പ്, ആ വഴുവഴുപ്പ് കൊണ്ട് ഇത്തരം പഴുപ്പ് അതിൽ പറ്റിപ്പിടിക്കില്ല. അപ്പം ധരിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. മറ്റേത് ധരിച്ചാൽ ബുദ്ധിമുട്ട് വരും എന്ന് കാണുമ്പോൾ പട്ട് ധരിക്കാവൂ, രോഗസംബന്ധമായ കാരണം. ആദ്യം പറഞ്ഞ യുദ്ധസംബന്ധമായ കാര്യമാണ്. അതും അല്ലെങ്കിൽ ഈ പട്ടിൽ അവന് ഉപകാരമുണ്ട്. എങ്ങനത്തെ ഉപകാരം? ലാ യൂജദു ഫീ ഗൈരിഹി, പട്ടല്ലാത്ത മറ്റു വസ്ത്രത്തിൽ പല ഇല്ലാത്ത. എന്ന് പറഞ്ഞാൽ ഈ പട്ട് ധരിച്ചാൽ ഈ രോഗം മാറാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അങ്ങനത്തെ ഒരു രോഗമാണ് ഊട്ടിക്കോളി. ഈ ചൊറി പോലത്തെ ഒരു രോഗം തന്നെയാണ്. പട്ടല്ലാത്ത ഏത് വസ്ത്രം ധരിച്ചാലും അത് പഴുപ്പ് കൂടി വരും. അതേസമയത്ത് പട്ടിന്റെ പ്രത്യേകത കൊണ്ട് പട്ട് ധരിച്ചാൽ പെട്ടെന്ന് ആ രോഗത്തിന് ശമനം കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിൽ അവിടെ പട്ട് ധരിക്കാം. ഇനി അതുപോലെ തന്നെ കംലുൻ, പേന്, പ്രത്യേകിച്ച് ഈ വെള്ളപ്പേൻ എന്ന് പറഞ്ഞിട്ടൊരു പേനുണ്ട്. അത് ശരീരത്തിലാകെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മറ്റൊന്നുകൊണ്ട് അത് തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ പട്ട് ഉപയോഗിക്കാം. കാരണം ഈ പട്ടിന്റെ വഴുവഴുപ്പില് ഈ വെള്ളപ്പേന്റെ ശരീരത്തിൽ പിടിച്ചിക്കാൻ കഴിയില്ല. അത് പെട്ടെന്ന് വീണുപോവും, അല്ലെങ്കിൽ ചത്തുപോവും. അങ്ങനെയുള്ള രോഗം ഉണ്ടാവുമ്പോൾ ഒരിക്കൽ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് ഈ വെള്ളപ്പേന്റെ രോഗം ബാധിച്ചപ്പോ ഈ വിഷമം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പട്ട് ധരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അതിനൊരു ചികിത്സാ രീതിയും കൂടിയാണ്. അപ്പൊ പുരുഷന്മാർക്ക് ഇങ്ങനെ രോഗസംബന്ധമായ ഫലപ്രദമാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ പട്ട് ധരിക്കാം. എന്നാൽ വലിമ്രഅത്തിൻ, സ്ത്രീകൾക്കും പട്ട് ഹലാലാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു കയ്യിൽ ഒരു പട്ടും ഒരു കയ്യിൽ ഒരു സ്വർണത്തിന്റെ കഷ്ണവും ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഹാദാനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി വ ഹലാലുൻ ലിഇനാസിഹ. ഇവ രണ്ടും എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട പുരുഷന്മാരുടെ മേൽ നിഷിദ്ധമാവുന്നു, എന്നാൽ എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇത് രണ്ടും ഹലാലാവുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് അത് ഹലാലാണ്. പുരുഷന്മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉദറാണെങ്കിൽ ആ ഉദറുണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് അത് ഉപയോഗപ്പെടുത്താം. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, അവർക്ക് ജായിസ് തന്നെയാണ്. അത് വലവും ഇഫ്തിറാശിൻ, അത് ധരിക്കുക മാത്രമല്ല പിരിപ്പായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്ത്രീകൾക്ക് അവർക്ക് ധരിക്കാം, വസ്ത്രമായിട്ട് ഏത് വസ്ത്രമായിട്ടും ധരിക്കാം. അതിന്റെ പുറമെ
പിരിപ്പായിട്ടും ഉപയോഗിക്കാം. ലാലഹു പുരുഷന് ജായിസാവൂല. പുരുഷന് വസ്ത്രമായിട്ട് ധരിക്കലും പറ്റൂല, പിരിക്കലും പറ്റൂല. എങ്ങനെ പറ്റൂല? ബിലാഹൈലിൻ, മറയില്ലാതെ പട്ട് മാത്രമായിട്ട്. അതായത് ഇപ്പോ കിടക്കുന്ന ബെഡിന്റെ മേലില് പട്ടിന്റെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു നോക്കാം. എന്നാൽ അതിന്റെ മോളെ ഒരു നേർത്തതെങ്കിലും നേർത്ത മറ്റൊരു ഷീറ്റ് വിരിച്ചാൽ അതിൽ പുരുഷൻ ഉപയോഗിക്കാം. വേറൊന്ന് വിരിക്കാതെ നേരെ പട്ട് വിരിപ്പ് വിരിച്ചാൽ അതിന്മേൽ കിടക്കാൻ പുരുഷന് പാടില്ല, സ്ത്രീക്ക് പറ്റും. വസ്ത്രമായിട്ട് പാടില്ല. എന്നാ ചെറിയ അല്ലറ ചില്ലറ ചില ഉപകരണങ്ങളൊക്കെ പട്ടിനൂല് കൊണ്ട് ഉണ്ടാക്കിയാൽ പുരുഷനും ഉപയോഗിക്കാവുന്ന രീതി ഉണ്ട്. അതാണ് ഇനി പറയുന്നത്. വയഹുല്ലു മിൻഹു, പട്ടിൽ നിന്നും ഹലാലാകും. ഹത്താലിർ റജുലി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏതായാലും ഹലാലാവും. അതിന്റെ പുറമെ പുരുഷന്മാർക്ക് വരെ ഹലാലാവും. എന്ത്? ഖൈത്തു സുബ്ഹതി, തസ്ബീഹ് മാല എന്റെ മണികൾ കോർക്കാനുള്ള നൂല് പട്ടുപയോഗിക്കാം. അത് പുരുഷന്റെ തസ്ബീഹ് മാലയാണെങ്കിലും സ്ത്രീയുടെ തസ്ബീഹ് മാലയാണെങ്കിലും ആ മാല മണികൾ കോർക്കാൻ വേണ്ടിയിട്ട് പട്ടുനൂല് ഉപയോഗിക്കൽ ഹലാലാണ്. അതുപോലെ തന്നെ സിറുൽ ജൈബി, പോക്കറ്റിന്റെ ബട്ടൺ, കുടുക്ക് എന്നാണ് പണ്ട് മലയാളം പറയാ. നാടൻ ഭാഷയില് മലയാളം ഇല്ലാത്ത ഇംഗ്ലീഷ് പറഞ്ഞാല് എന്ത് പറയാ? ബട്ടൺ എന്ന് പറയാം. ബട്ടൺ എന്ന് പറയണ നമുക്ക് പഴയ നാടൻ കീച്ചീരി മലയാളം പറയാ കുടുക്ക്. പോക്കറ്റിന്റെ കുടുക്ക് അത് എന്തുകൊണ്ടുണ്ടാക്ക? അപ്പൊ കുടുക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് പണ്ട് എന്റെ അമ്മയൊക്കെ കുപ്പായ ഒരു വെളുത്ത കുപ്പായ ഇടുക. ആ കുപ്പായത്തിന് കുടുക്ക് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. എന്താന്ന് വെച്ചാല് ഒരു തുണിന്റെ ചെറിയ ഒരു മുട പോലെ ഉണ്ടാക്കും, മനസ്സിലെ ഒരു ചെറിയ ഓളം. അത് ഒരു ഭാഗത്ത് തുന്നിപ്പിടിപ്പിച്ചു, മറ്റേ പുറത്ത് ഒരു നൂല് ഇങ്ങനെ കുത്തി ഉണ്ടാവും. എന്നിട്ട് ഈ നൂലിന്റെ അതുകൊണ്ട് ഈ പറഞ്ഞ പുറത്തെ ഈ കുരു പോലത്തെ ആ അയ്മലുകൾ കൊളത്തല. അതാണ് ഇപ്പൊ അറിയുന്നത്. പോക്കറ്റിന് അങ്ങനെ പട്ടുകൊണ്ട് എന്താക്കി? ചെറിയ ഒരു ഗോളം പോലെ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ഒരു കയറുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ പോക്കറ്റിന്റെ ബട്ടനായിട്ട് പട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ചെറുത് ഇത്രയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രമുള്ള കീസുൽ മുസാഫി, മുസാഫ് ഇടാനുള്ള കീസ്, അത് പട്ടുകൊണ്ടാക്കുക. അത് പുരുഷന്റെ മുസാഫ് ആണെങ്കിലും സ്ത്രീയുടെ മുസാഫ് ആണെങ്കിലും മുസാഫിനെ ആദരിക്കുക എന്നുള്ളവർക്ക് പട്ട് കൊണ്ടുള്ള കീസ് ഉണ്ടാക്കിയിട്ട് ആ കീസിൽ മുസാഫ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വേണ്ടവ ദറാഹിമി, പണസഞ്ചി. ഇപ്പൊ ഇതിന് സഞ്ചി ഉണ്ടാ. പണ്ടേ ഇന്ത്യയൊക്കെ ചെറുപ്പത്തിലുണ്ട്. ഇനി നല്ല ചുറുക്കുള്ള തുണിയോണ്ട് ഒരു ചെറിയ സഞ്ചി ഉണ്ടാക്കും, അടിച്ചുണ്ടാക്കും, അല്ലെങ്കിൽ തുന്നി ഉണ്ടാക്കും. എന്നിട്ട് അതിനൊരു ബലങ്ങനെ ഇടുന്ന ഒരു ചരടുണ്ടാവും. ആ ചരടുണ്ട് ഇവിടെ വലിച്ചിട്ട് അരയില് ചരട് അന്നൊക്കെ കുട്ടികൾ കെട്ടുക. ഇപ്പൊക്കെ ചരട് കെട്ടല് മാറ്റിയില്ലേ. ചരടുണ്ടാവും. ഈ ചരടും വരെ ഇത് കുടുക്കിയിടും. എന്നിട്ട് എന്താക്കുക വെച്ചാല് കാപ്പൈസ, അതുപോലെ തന്നെ 1 പൈസ, അതല്ലെങ്കിൽ 1 മുക്കാല്, അണ, 4 ഉറുപ്യ, ഇങ്ങനത്തെ ചില്ലറയൊക്കെ ആരെങ്കിലും വിരുന്നുകാരോ അലയാങ്കയോ ഒക്കെ വരുമ്പോ കൊടുക്കണുണ്ടാവും. അതൊക്കെ ഈ സഞ്ചിയിൽ ഇട്ടേക്കും. അതിന് പണത്തഞ്ചി എന്നാ പറയാ. അങ്ങനത്തെ പണത്തഞ്ചിയായിട്ട് എന്തു വെക്കാം? പട്ട് കൊണ്ടുണ്ടാക്കാം. അത് പുരുഷനാണെങ്കിലും പറ്റും. ഇനി മാമത്തി, തലയെക്കെട്ട് റെഡിമെയ്ഡ് തലയെക്കെട്ടിന്റെ ശംസുലമയ്ക്ക് അങ്ങനെ ഇനി കെട്ടത് മനസ്സിലായില്ലേ? ഒരാഴ്ചയില് തൊപ്പി വെച്ചിട്ട് ആ തൊപ്പിന്റെ മേലൊരു തലയെക്കെട്ടാണ് കെട്ടും. എന്നിട്ട് ആ തലയെക്കെട്ട് ആവശ്യം ഉണ്ടാവുമ്പോ എടുത്ത് തലയിൽ വെക്കും. ആവശ്യം കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഊരിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊളത്തിയിടും. അപ്പൊ അതിന് ഒരു കവറ്, ഈ തലപ്പാവിന് ഒരു കവർ, തലയെക്കെട്ട് കെട്ടി തലയിൽ വെക്കുമ്പോൾ കവർ ഉണ്ടാവില്ല, സൂക്ഷിക്കുമ്പോൾ കവറിടുക. അത് ആവാന്ന. അതുപോലെ തന്നെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് അക്കാലത്തെ ഈ ചവളം എന്നോ കുന്തം എന്നോ ഒക്കെ പറയുന്നത്. അതിന് അടയാളായിട്ടൊരു നൂലുണ്ടാവും തലക്കല്. അത് പട്ടുകൊണ്ട് ഉപയോഗപ്പെടുത്താം, അതിന് കുഴപ്പമില്ല. എന്നാൽ
ലശ്റാബത്തു അല്ലതീ ബിറസി സുബ്ഹത്തി, തസ്ബീഹ്മാരന്റെ തലക്കലുള്ള ചെണ്ട് അത് പട്ടുകൊണ്ട് വെക്കാൻ പാടില്ല, അത് ആവശ്യമില്ലല്ലോ. അതേ സമയത്ത് ഈ കോർക്കാൻ മാലമണികൾ കോർക്കാൻ ഉപയോഗിച്ച നൂലിന്റെ തലയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വേറെ പട്ടുനൂല് കൊണ്ട് ചെണ്ട് വെക്കാൻ പാടില്ല. ഇനി അതിന്റെ പുറമെ പുരുഷന്മാർക്ക് പട്ട് പൊതുവിൽ ഹറാമാണെന്ന് പറഞ്ഞു. എന്നാൽ ജായിസാവുന്ന സമയവും മാത്രമല്ല ചിലപ്പോൾ വുജൂബാവുന്ന സമയവും ഉണ്ട് പട്ട് ധരിക്കൽ. പറയുന്നത് വയജിബു ലിറജുലിൻ, പുരുഷന് വുജൂബ് വരെ ആവും ലബ്സുഹു, ആ പട്ടുവസ്ത്രം ധരിക്കൽ. അതെപ്പോഴാണ്? ഹൈസുലം യജിദ്, ആ പുരുഷൻ എത്തിക്കാതിരിക്കുമ്പോൾ, സാത്തുറുൽ ഔറത്തി, ഔറത്ത് മറക്കുന്ന വസ്തു എത്തിക്കാതിരിക്കുമ്പോൾ, ഏതൊഴിച്ച് പട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവന്റെ മുട്ടുപൊക്കിളട ഔറത്ത് മറക്കൽ വുജൂബാണല്ലോ. നിസ്കാരത്തിനാണെങ്കിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും വുജൂബല്ലേ. അതെ, വേറൊരു വസ്തുവും ഇല്ല എന്നൊരു സാഹചര്യം വന്നു, ആകെ പട്ടയുള്ളൂ, എന്നാൽ ഔറത്ത് മറക്കൽ വുജൂബാണ്, പട്ടുകൊണ്ടാണെങ്കിലും വുജൂബ് തന്നെ. അതിപ്പോ ആളടേന്ന് മാത്രമല്ല, അത്താഫിൽ ഹൽവത്തി, ആരും ഇല്ലാത്ത കാലി സ്ഥലത്താണ്, എന്നാലും ഔറത്ത് മറക്കണല്ലോ, വുജൂബല്ലേ. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഔറത്ത് ഒളിവാക്കാൻ പാടില്ല. അപ്പോ ആളില്ലാത്ത സ്ഥലത്താണെങ്കിൽ പോലും പട്ടല്ലാതെ മറ്റൊരു വസ്ത്രം ഔറത്ത് മറക്കാൻ കിട്ടാത്ത സാഹചര്യത്തിൽ അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് കൊണ്ട് ഔറത്ത് മറക്കൽ വുജൂബ് വരെ ആകും. ആട്ടെ, പട്ട അവിടെ കഴിഞ്ഞു. ഇനി പട്ടല്ലാത്ത വേറൊരു കോലുണ്ടല്ലോ, അത് പറയാം. ജായിസാകും ചായം മുക്കപ്പെട്ട വസ്ത്രം ധരിക്കൽ ജായിസാകും. അയ്യിലൗനിങ്കാന, ഏത് നിറാണെങ്കിലും, ചുവപ്പായാലും വേണ്ടില്ല, മഞ്ഞയായാലും വേണ്ടില്ല, പച്ചയായാലും വേണ്ടില്ല, നീല, എന്തൊക്കെ കളറുണ്ടോ. ഇനി ഒരാൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കളർഫുള്ളാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ പണ്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കണം. എങ്ങനെ? ഈ കളറുള്ളതാവുമ്പം നെയ്തതിന് ശേഷം കളർ മുക്കുന്നത് അല്ല, നെയ്യുന്നതിന് മുമ്പേ കളർ മുക്കിയതാണ്. അതായത് നൂലിന് തന്നെ കളർ കൊടുത്തിട്ട് പിന്നീട് നെയ്തതാണ് നല്ലത്. മറിച്ചായാൽ ഉത്തമമല്ല, ഖിലാഫുൽ അഫ്ളൽ വരും. ഖിലാഫുൽ ഔലല്ല, ഖിലാഫുൽ അഫ്ളൽ വരും. എന്നാൽ ഏത് നിറവും ആവാമെങ്കിലും ഇല്ലൽ മുഅസ്ഫറു, കുങ്കുമച്ചായം മുക്കപ്പെട്ട വസ്ത്രം ഒഴിച്ച്, അത് പുരുഷന്മാർക്ക് ജായിസാവൂല. എന്താ? അത് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഒരു തരം കുങ്കുമ ചുമപ്പാണ്. അത് കുങ്കുമം തന്നെ അതിന് സുഗന്ധവും ഉണ്ടാവും, നിറവും ഉണ്ടാവും. സാധാരണ സ്ത്രീകൾ മാത്രം ഉപയോഗിച്ചിരുന്നതാണ് കുങ്കുമച്ചായം മുഖ്യ വസ്ത്രം. അതുകൊണ്ട് അത് സ്ത്രീകളുടെ പ്രത്യേക ഐഡന്റിറ്റിയായി വേറിച്ചതുകൊണ്ട് അത് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് കളർ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. മറിച്ച് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്നതും മാന്യന്മാരായ പുരുഷന്മാരാരും ഉപയോഗിക്കാത്തതുമായ, പരസ്പരം സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ വേർതിരിയുന്ന ഒരു വസ്ത്രം ആയതുകൊണ്ട് അത് പുരുഷന് പാടില്ല. അല്ലാതെ വേറെ ചുവപ്പ്, കുങ്കുമം പോലെയുള്ള വേറെ ചുവപ്പ് നിറം മുക്കിക്കൊണ്ട് ഹറാമ് വരൂല. അത് കാരണം എന്താ? അത് സ്ത്രീകളുടെ ഒരു പ്രത്യേകമായി നടപ്പിൽ വന്നതുകൊണ്ട് അത് പുരുഷന്മാർക്ക് പാടില്ല. ഞാൻ അതിന്റെ പുറമെ ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മളെ എന്തോ ഉൾപ്പെടെയുള്ള കിതാബിലൊക്കെ പറഞ്ഞു അസ്ഫറും അങ്ങനെ തന്നെയാണ്. ഒരു തരത്തിലുള്ള മഞ്ഞച്ചായ ഉണ്ട്, കടും മഞ്ഞ, അതും സ്ത്രീകളുടെ പ്രത്യേക കളറാണ്. അപ്പൊ സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്നതും പുരുഷന്മാർ ഉപയോഗിക്കാത്തതുമായ തരത്തിലുള്ള ഏത് വസ്ത്രവും പുരുഷനെ സംബന്ധിച്ച് ഹറാമാ. തല തിരിച്ചു അങ്ങനെ തന്നെ. അവിടെ വിശദീകരിച്ചിട്ടില്ല, പക്ഷെ അത് പറയേണ്ടതാണ് വിഷയത്തിൽ. പുരുഷന്മാർക്ക് മാത്രം ഹാസായി സ്ത്രീകളുടെ പ്രത്യേകത, സ്ത്രീകൾ ഉപയോഗിക്കാത്ത പുരുഷന്റെ പ്രത്യേകതയായി അറിയപ്പെടുന്ന വസ്ത്രം പുരുഷൻ സ്ത്രീ ധരിക്കലും ഹറാമാണ്. ഉദാഹരണം, പാന്റും കുപ്പായും, അത് പുരുഷന്റെ വേഷാണ്. ഇപ്പൊ പെണ്ണുകള്
പാന്റും കുപ്പായും മാത്രല്ല, നല്ല 1-ാം നമ്പർ അടിപൊളി ജീൻസും അതുപോലെ തന്നെ ടീഷർട്ടും ഇട്ടിട്ട് മുടി എന്താക്കുകയാണ് ചെയ്യുക? ആൺകുട്ടികളെ പോലെ കട്ട് ചെയ്യുക. അപ്പൊ ആണോ പെണ്ണോ തിരിച്ചറിയണമെങ്കിൽ നെഞ്ഞത്തേക്ക് നോക്കുക തന്നെ വേണം. അത് തന്നെ നല്ല കുടുങ്ങിയോ അതല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാനും പ്രയാസവും. അപ്പൊ ആണോ പെണ്ണോ അത് ഹറാമാ. അത് പുരുഷന്റെ പ്രത്യേകത ആവുന്ന വസ്ത്രം സ്ത്രീ ധരിക്കലും ഹറാമാണ്, സ്ത്രീയുടെ പ്രത്യേകതയാവുന്ന വസ്ത്രം പുരുഷൻ ധരിക്കലും ഹറാമാണ്. രണ്ടും ഹറാമാണ്. അതിൽ പെട്ടതാണ് ഈ കടും മഞ്ഞച്ചായവും അതുപോലെ തന്നെ കുങ്കുമച്ചായവും. അത് സ്ത്രീകളുടെ പ്രത്യേകതയാണ്, അതുകൊണ്ട് അത് പുരുഷന് ഹറാമാണ്. ഇനി വേറെ ഒരു മുത്തനജ്ജിസി, നജസ് ആയ വസ്ത്രം ധരിക്കലും ഹലാലാണ്. പക്ഷെ എപ്പം ഫീ ഗൈരി അഹ്വി സ്വലാത്തി, നിസ്കാരം പോലുള്ളതിൽ അല്ലാത്ത സാഹചര്യത്തിൽ, അഥവാ ദേഹവും വസ്ത്രവും സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയാകൽ നിർബന്ധമുള്ള ചില കാര്യങ്ങളുണ്ട്. ഖുത്ബ ഓതുക, അതുപോലെ തന്നെ നിസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ കഅബ തവാഫ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനത്തെ സമയത്ത് നജസായ വസ്ത്രം ധരിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും അല്ല. അതായത് നജസിൽ നിന്ന് ശുദ്ധിയാകൽ ഷർത്തുള്ള ഇബാദത്ത് അല്ലാത്ത മറ്റ് സാഹചര്യങ്ങളിൽ മുത്തനജ്ജിസായ വസ്ത്രം ധരിക്കൽ ജായിസാണ്. എപ്പോ? ഹൈസുലാ റുതൂബത്ത, രണ്ടാലൊന്നിനും നനവില്ലാതിരിക്കുമ്പോ. വസ്ത്രത്തിനും നനവില്ല, ദേഹത്തിനും നനവില്ല എങ്കിൽ ധരിക്കാം. എന്താ അങ്ങനെ പറയാൻ കാരണം? രണ്ടാലൊന്നിന് നനവുണ്ടായാൽ ശരീരം നജസ് പൊരളുക എന്നുള്ള കേസ് വരും. വസ്ത്രം നനഞ്ഞതാണ്, ശരീരം ഉണങ്ങിയതാണെങ്കിലും, അല്ലെങ്കിൽ ശരീരം നനഞ്ഞതാണ് വസ്ത്രം ഉണങ്ങിയതാണെങ്കിലും മുത്തനജ്ജിസായ വസ്ത്രം ധരിച്ചാൽ അവിടെ ശരീരത്തിൽ നജസ് പുരളൽ വരും. അതുകൊണ്ട് അത് അനുവദനീയമല്ല. അതില്ല, ഉണങ്ങിയതാണ്, ശരീരം ഉണങ്ങിയാണ്, വസ്ത്രം ഉണങ്ങിയാണ്, എന്നാ പിന്നെ നിസ്കാരം പോലത്തെ സാഹചര്യം അല്ലാത്തപ്പോ ജോലി സമയത്തോ അല്ലെങ്കിൽ വിശ്രമ സമയത്തോ ഒക്കെ നജസ്സുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ലാ ജിൽദു മൈത്തത്തിൻ, ശവത്തിന്റെ തോല് വസ്ത്രമായിട്ട് ധരിക്കാൻ പാടില്ല. ശവത്തിന്റെ തോല് കാരണം ഊറക്കിടത്ത്, ഊറക്കിട്ട് ശുദ്ധി ചെയ്യാത്ത ശവത്തിന്റെ തോല് ധരിക്കാൻ പാടില്ല. ബിലാ ലറൂറത്തിൻ, ലറൂറത്തിന്റെ സമയത്തല്ല, അത് വേറൊന്ന് കിട്ടാല്ല ഔറത്ത് മറക്കാൻ, ആകെ ഇതേ ഉള്ളൂ, പിന്നെ ധരിക്കാൻ തന്നെ വേറെ നിവൃത്തിയില്ല. അല്ലാത്തവൻ ധരിക്കാൻ പാടില്ല. ഏതുപോലെ കഫ്തിറാശി ജിൽദി സബഇൻ, കാട്ടിലെ വന്യമൃഗങ്ങളുടെ തൊലി പിരിച്ചിരിക്കൽ പാടില്ലാത്തതുപോലെ. അവിടെ ഊറ കിട്ടണമെങ്കിലും ഇല്ലെങ്കിലും ഏതായാലും പാടില്ല. അതെന്താ കാരണം? അത് പറയുന്നത് അത് അഹങ്കാരികളുടെ സ്വഭാവമാണ്. പഴയ കാലത്തൊക്കെ വലിയ ധീരന്മാരുടെ ചക്രവർത്തിമാരുടെ ഒക്കെ ചിഹ്നമായിട്ടാണ് നരിയുടെ അതല്ലെങ്കിൽ പുലിയുടെ ഒക്കെ തോല് വിരിച്ചിട്ടിരിക്കുക എന്നറിയുന്നത് അവരുടെ ഒരു ബഹുമാനായിട്ട് കൂട്ടും. അത് പാടില്ല. അവിടെ നജസായതുകൊണ്ട് മാത്രമല്ല, അത് അപ്പൊ ഊറക്കിട്ടാ ശുദ്ധിയാവും, എന്നാലും പാടില്ല. കാരണം അതൊരു അഹങ്കാരികളുടെ സ്വഭാവമാണ് എന്നതുകൊണ്ടാണത്. പറഞ്ഞപ്പോ വേറെ ചില കാര്യം കൂടി പറയാം. ശവത്തിന്റെ തോല് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ശവത്തിന്റെ തോല് നായയും പന്നിയും അല്ലാത്ത ഏത് ശവത്തിന്റെ തോലും ഊറക്കിട്ടാ ശുദ്ധിയാവും. അർത്ഥ ഭക്ഷിക്കാൻ പറ്റുന്ന വസ്തു അർത്താൽ അതിന്റെ തോല് ഊറക്കിട്ടാലും ഇല്ലെങ്കിലും ത്വാഹിർ തന്നെയാണ്. ചത്തതാണെങ്കിൽ, അതല്ല ഇനി അർത്താ ഭക്ഷിക്കാൻ പറ്റാത്ത മറ്റ് ജീവികളുടേതാണെങ്കിൽ അത് നജസാണ്. അതിനെപ്പറ്റി അപ്പൊ പറയുന്നത്. അത് ഊറക്കിട്ടതാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട്, വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഊറക്കിട്ടതാണെങ്കിൽ പോലും വന്യജീവികളാവുന്ന സിംഹം, പുലി, നരി പോലെയുള്ളവയുടെ തൊലി വിരിച്ചുകൊണ്ടോ മറ്റോ ഒക്കെ ഉപയോഗിക്കൽ പാടില്ലാത്തതാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ശവത്തിനെ പറഞ്ഞപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞു മാത്രം. വലുഹു, ഒരാൾക്ക് ജായിസാണ് ഇത്ആമു മൈത്തത്തിൻ, ശവത്തെ ഭക്ഷിപ്പിക്കൽ, ലിനഹ്വി ത്വയ്രിൻ, പക്ഷികളെ പോലെയുള്ള ജീവികൾക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്ക് കൊടുക്കാൻ. അതാ പക്ഷി എന്ന് പറഞ്ഞാൽ അത് കാക്കച്ചിക്ക് കൊടുക്കാന്നല്ല, കാക്കച്ചിക്ക് കൊടുക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. മനസ്സിലായില്ലേ? കാക്കച്ചിക്ക് കൊടുക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മള് തീറ്റി കൊടുക്കാന്ന് അറിയില്ല, സാധാരണ നമ്മളെ കോഴിക്കൊക്കെ ആണല്ലോ. ഇനി മൂരിക്കും കൊടുക്കുക,
അവിടെ പക്ഷി എന്നല്ല ഉദ്ദേശം, മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾ. അതായത് ഇപ്പൊ എന്താന്ന് വെച്ചാല് തെങ്ങിന്റെ ചോട്ടിൽ കോഴി മക്കളും കൂടി ഇങ്ങനെ ചിക്കിപ്പെറുക്കുകയാണ്. അതിന്റെ ഇടയിൽ തെങ്ങും വന്നൊരു ഇളനീർ വീണു. അത് തള്ളക്കോഴിന്റെ ശരീരത്തിലേക്കാ വീണത്, ചത്തുപോയി. നല്ല കോഴിയാ, ചത്തുപോയി. ഇനി എന്താ കാട്ടണ്? അപ്പൊ നമ്മളെ തൊട്ടടുത്ത അയലോക്കത്തുണ്ട് ഒരു ഹരിജൻ താമസിക്കുന്നത്. നമ്മളുമായിട്ട് വലിയ ലോകത്തിലാ. അപ്പൊ പറഞ്ഞു, വല്യാപ്പിള ഇങ്ങോട്ട് തന്നാളിയാറ്. അപ്പൊ പെണ്ണിനെ കൊടുക്കാൻ പാടില്ല തന്നെ, അല്ലെങ്കിൽ വല്യങ്കോലെ അത് ഇങ്ങോട്ട് തന്നാളി എന്ന് പറഞ്ഞാല് അത് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? മുസ്ലിമിനെ പോലെ തന്നെയാണ് കാഫറും. ആർക്ക് കൊടുക്ക? കന്നൂട്ടാൻ കൊണ്ടുപോകണ കാളൂട്ടാൻ കൊണ്ടുപോകുന്ന മൂരിയുണ്ട്. എന്നാല് ഈ മൂരിക്ക് കോഴി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു പണിയുണ്ട്. ആ ആവശ്യത്തിന് ചത്തവും പറ്റും. കാരണം എന്താ? മൂരിക്ക് എന്ത് തക്ലീഫാ? മോന് തക്ലീഫില്ലല്ലോ. അതുകൊണ്ട് മൂരിയെ കൊടുക്കാം. അതേ സമയത്ത് കോഴിക്ക് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ അവിടെ വെച്ചിട്ട് എന്താക്കി അവിടെ ഉടച്ചിട്ട് കൂട്ടാനിലിട്ടിട്ട് കോഴി കൊടുത്തിരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പം നാക്കാലികൾക്കോ മറ്റ് പറവകൾക്കോ മനുഷ്യനല്ലാത്ത മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ കൊടുക്കാ എന്ന് പറഞ്ഞാൽ ചത്തുപോയി എന്നതിൽ കുഴിച്ചിട്ടോളം എന്നില്ല. അതാപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് കൊടുക്കാൻ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ലാ കാഫിരീൻ, കാഫിറിന് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? കാഫിർ ഓന് ചത്തവും അല്ലാത്തവും ഒക്കെ ഒരു കണക്കാണ് പറഞ്ഞിട്ട് തരില്ല. നമ്മളെ മദ്ഹബ് അനുസരിച്ച് ഈ ഫുറുഇയ്യാത്ത് കൊണ്ട് കാഫിറിനോട് തക്ലീഫ് ഉണ്ട് എന്നുള്ളതാണ് മുഅ്തമദ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ മുസ്ലിങ്ങൾക്ക് എന്നതുപോലെ കാഫിരീങ്ങൾക്കും ബാധകമാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത വസ്തു കാഫിറിനും കൊടുക്കാൻ പാടില്ല. അതാണ് മുസ്ലിങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്ത ഉദുറുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റൂലല്ലോ. എന്നതുപോലെ തന്നെ കാഫിറിനും കൊടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു നമ്മളവിടെ പണിയെടുക്കുന്ന കാഫിർ ജോലിക്ക് എന്നതാണ്. അല്ലാതെ അവന് തടിക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഓൻ എന്ത് നോൽമ്പാ? ചാത്തപ്പൻ എന്ത് മത്സരം അറിഞ്ഞേക്ക് ഓൻ എന്ത് നോൽമ്പാ? എന്നാ നമ്മള് നോൻപ് പോറ്റമ്മ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? ഫുറുഇയ്യാത്ത് കൊണ്ട് തക്ലീഫ് അവർക്കും ഉണ്ട്. എന്നാ അതേ സമയത്ത് കന്നൂട്ടുള്ള മൂരിയൊക്കെ വെള്ളം കൊടുത്തൂടെ? റമദാൻ മാസം അണ്യാളെ മൂരിയൊക്കെ വെള്ളം കൊടുക്കാനും പുല്ല് കൊടുക്കാനും അങ്ങനെയില്ല. മൂരിക്ക് എന്തില്ല? തക്ലീഫില്ല. അതുകൊണ്ട് മൂരിക്ക് നിങ്ങൾ വെള്ളം പുല്ലൊക്കെ കൊടുത്തോളി. അതേ സമയത്ത് മൂരിനെ പൂട്ടുന്ന മൂരിക്ക് കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതാ കാഫിറിന് കൊടുക്കാൻ പാടില്ല, മൃഗങ്ങൾക്ക് കൊടുക്കാം. ആ ശവത്തിന്റെ വിധി അങ്ങനെ തന്നെ. അതിന് നജസ് പോലെ തന്നെ മുത്തനജിസായ വസ്തുവും കൊടുക്ക എന്ന് പറഞ്ഞാല് കഞ്ഞിയച്ച് കാണ്ട് ഉമ്മ എടുക്കോ അങ്ങോട്ടോ തിരിഞ്ഞപ്പം ആ കഞ്ഞിപ്പാത്രത്തിൽ നായ തലട്ടു. ഉമ്മ കയറി വരുമ്പം നായ പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നതാ കണ്ടത്. അള്ളാ പടച്ചോനെ എന്താ കാട്ടുക? അപ്പൊ ആലയില് പശു ഉണ്ട്. ആ കഞ്ഞി പശുവിനുണ്ടായി കൊടുത്തോളി, കുഴപ്പമില്ല. കഞ്ഞി മുത്തനജിസായിന്നല്ലേ ആയിക്കോട്ടെ. നായിക്ക് അല്ല, പശുവിന് എന്ത് മുത്തനജിസ്, അല്ലെങ്കിൽ ആടിന് എന്ത് മുത്തനജിസ്? അപ്പൊ നായ തലയിട്ട ഭക്ഷണമാണെങ്കിൽ അവരുദാഹരണം. അതുപോലെ കുഞ്ഞ് മൂത്രമൊഴിച്ചു പോയി, കഞ്ഞൊടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ ചോറ്റിലേക്ക് അതല്ലെങ്കിൽ കറിയിലേക്ക് അല്ലെങ്കിൽ കഞ്ഞിയിലേക്ക് കുഞ്ഞു മൂത്രമൊഴിച്ച്, എന്നാൽ ആ ചോറും കഞ്ഞിയും മറച്ചു കളയേണ്ടതില്ല. അത് ആട്ടിന്റെ വെള്ളത്തിലേക്കോ പശുവിന്റെ വെള്ളത്തിലേക്കോ ഒഴിച്ചാൽ പശുവിനും ആടിനും അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായല്ലോ? കുഞ്ഞു മൂത്രമൊഴിച്ച കഞ്ഞിയെ പശുവിന് കൊടുക്കുക, ആടിന് കൊടുക്കുക, അതിന് കുഴപ്പമില്ല. മനുഷ്യന് കുടിക്കാൻ പാടില്ല. കൂട്ടത്ത് പറഞ്ഞതാ. ആട്ടെ, ഇനി വേറെ കറാഹത്തോടുകൂടി ഉപയോഗിക്കൽ ഹലാലാണ്, അഥവാ ഹറാമില്ല. എന്ത്? ഇസ്തിമാലുൽ ആജി, ആനക്കൊമ്പ് കൊണ്ടുള്ളതായ എന്ത് ചീപ്പ് ഉപയോഗിക്കുക. ഫിറസി, തലയിൽ തലമുടി വാരാൻ വേണ്ടിയിട്ട്, വല്യഹിയത്തി താടി വാരാൻ വേണ്ടിയിട്ടൊക്കെ ആനക്കൊമ്പ് കൊണ്ട് പോലീസ് വിളിക്കാൻ ഞാൻ നന്നായി. ആനക്കൊമ്പ് ഉപയോഗിക്കുന്നത് കണ്ടാ പോലീസ് വിളിക്കും. ഞാൻ ഇല്ലാതെ നിങ്ങൾ പെരയിൽ വെച്ച് കണ്ട് നല്ല ആനക്കൊമ്പ് കൊണ്ട് നല്ല ചീപ്പ് ഉണ്ടാക്കി. ആ ചീപ്പ് കൊണ്ട് തലമുടി വാരാനും പറ്റൂല,
താടി വാരാനും പറ്റൂല. പക്ഷേ കറാഹത്തേ ഉള്ളൂ, ഹറാമില്ല. പക്ഷെ അതിനെ എപ്പുണ്ട്? ഹൈസുലാ റുതൂബത്താണ്ടോ, ഈ താടിയിലും മുടിയിലും നനവില്ല, അതുപോലെ തന്നെ ഈ ചീപ്പുമ്പലും നനവില്ലെങ്കിൽ കറാഹത്ത്, നനവുണ്ടെങ്കിൽ ഹറാമ്. എന്താ? ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങൾ അർത്തിട്ടാണെങ്കിലും അല്ലാതെയും ജീവൻ പോയാൽ അത് നജസാണ്. അപ്പൊ അതിന്റെ എല്ലും മാംസവും തൊലിയും എല്ലാം നജസാ. ആന അർത്താൽ ഭക്ഷിക്കാൻ പറ്റാത്ത ജീവിയാ. ആനയുടെ കൊമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ തേറ്റപ്പല്ലാണല്ലോ അത്. ശരിക്ക് ആനയുടെ തേറ്റപ്പല്ല് വളരുന്നതാണ് ഈ കൊമ്പ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിന്റെ എല്ലിന്റെ ഭാഗമാണത്. അപ്പൊ ആനയെ ഭക്ഷിക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളെ മദ്ഹബ്. നമ്മളെ മദ്ഹബ് പറയുമ്പോ മാലിക്കി മദ്ഹബുകാർക്ക് പറ്റുന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഈ കറുപ്പന്മാരൊക്കെ ആനനെ അറുത്ത് തിന്നുന്നത്. ആട്ടെ, ഞമ്മക്ക് പറ്റൂല. അപ്പൊ അറുത്താ ഭക്ഷിക്കാൻ പറ്റാത്ത ആനയുടെ ശരീരത്തിന്റെ ഭാഗമാവുന്ന ഈ കൊമ്പ് നജസ്സാണ്. ആ നജസ് കൊണ്ട് വലിയ മുതലാളിമാര്, പൈസക്കാര് അലങ്കാരത്തിൽ ഉപയോഗിക്കുന്ന വസ്തുവാണ്. അപ്പോ ഒരാളെന്താക്കി? ചീപ്പുണ്ടാക്കി. എന്നാൽ തലയില് കുളിച്ച നനവുണ്ടായി, അല്ലെങ്കിൽ എണ്ണ ഇട്ട നനവുണ്ടായി. അതോടുകൂടി താടിയിലോ തലയിൽ മുടിയിലോ ഈ കൊമ്പ് കൊണ്ടുള്ള ചീപ്പ് ഉപയോഗിക്കൽ ഹറാമാ. നനവൊന്നും ഇല്ലെങ്കിൽ കറാഹത്ത. രണ്ടിനും നനവില്ല, മുടിയിലും നനവില്ല, ചീപ്പിനും നനവില്ലെങ്കിൽ കറാഹത്ത. ഇനി വേറൊരു ആജ് ഉണ്ട് കേട്ടോ. അതേതാ? കടലാമയുടെ പുറന്തോട് കൊണ്ടുണ്ടാക്കുന്നത്. അതിനും ആജ് എന്ന് തന്നെ പറയാം. അത് കടലാമ എന്ന് പറയുന്നത് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണ്, കരക്ക് ജീവിക്കലില്ലത്. അതുകൊണ്ട് അത് ഭക്ഷിക്കൽ ഹലാലാവുന്ന ജീവിയാണ്. ഭക്ഷിക്കൽ ഹലാലാവുന്ന ജീവിയുടെ ശരീരത്തിന്റെ ഭാഗം ഹലാലാണ്. അതാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹാക്ക് ആജ് കൊണ്ടിട്ടുള്ള ആഭരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡപ്പി ഉണ്ടായിരുന്നു എന്നൊക്കെ കാണാം. ആ ആജ് ആനക്കൊമ്പല്ല, മറിച്ച് കടലാമയുടെ പുറന്തോടാണ്. അത് കാരണം ഈ പറഞ്ഞ രസല്ല. ഇനി കൂട്ടത്ത് പറയാം. പറഞ്ഞപ്പോ ഇങ്ങനെ ഇസ്തിത്റാദിയായിട്ട് കുറെ പറയാൻ മാത്രം. ഇസ്റാജുൻ, വിളക്കത്തിക്കലും ജായിസാണ്. ബി മുത്തനജിസിൻ, മുത്തനജിസായ എണ്ണ ഉണ്ട്. മുത്തനജിസായ എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണത്തിരി കത്തിക്കാണ്. ആ വെളിച്ചെണ്ണയിൽ ഒരു എലി വന്ന് വീണ് ചത്തു. എലി വന്ന് വീണ് ചത്തപ്പം വെളിച്ചെണ്ണ നജസായില്ലേ? ഈ നജസായ വെളിച്ചെണ്ണ കൊണ്ട് വിളക്കത്തിക്കാന്ന്. പക്ഷേ ബിഗൈരി മുഗല്ലദിൻ, മുഗല്ലദായ നജസ് നായാ പന്നി പോലത്തത് കൊണ്ട് നജസല്ല. അല്ലാത്ത സാധാരണ പറഞ്ഞേക്ക് എലിയോ അതുപോലത്തെ എന്തെങ്കിലും വീണ് ചത്തതോ അല്ലെങ്കിൽ മൂത്രിച്ചതോ പോലത്തതൊക്കെ ഉള്ള എണ്ണയാണ്. ആ എണ്ണ കൊണ്ട് കത്തിക്ക. പക്ഷെ എവിടെ പറ്റൂല? ഇല്ലാ ഫീ മസ്ജിദ്, പള്ളിയിൽ ഒഴിച്ച്. പള്ളിയിൽ മുഗല്ലദ് അല്ലാത്ത നജസ് കൊണ്ട് നജസായ എണ്ണയാണെങ്കിൽ പോലും പള്ളി ആദരിക്കേണ്ടതാണ്. അവിടെ നജസായ എണ്ണ കത്തിക്കാൻ പാടില്ല. കാരണം എന്നാൽ വൈൻ കല്ല ദുഹാനു, വളരെ കുറഞ്ഞ പുകയുള്ളൂ. ഇപ്പൊ ഇതുപോലെ ജെയ്ത്തെണ്ണ പോലെ. ജെയ്ത്തെണ്ണ കത്തിയാൽ നന്ന കുറഞ്ഞ പുകയുണ്ടാവുള്ളൂ. അതേസമയത്ത് വെളിച്ചെണ്ണയൊക്കെ കത്തുമ്പോൾ കുറച്ചുകൂടി അധികം പുക ഉണ്ടാവും. അപ്പൊ ജെയ്ത്തെണ്ണയാണ്, ആ ജെയ്ത്തെണ്ണയിലാണ് നജസായത്. അപ്പൊ അത് കത്തിച്ചാൽ വളരെ കുറഞ്ഞ പുകയെ ഉണ്ടാവുള്ളൂ. എന്നാലും പള്ളി പാടില്ല. ഖിലാഫല്ലി ജമ്മിൻ, കുറച്ച് ഇമാമിയങ്ങൾ പറയുന്നത് നന്ന കുറഞ്ഞ പുകയുള്ള തരത്തിലാണെങ്കിൽ പള്ളി കത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാ. പക്ഷെ ശരിയല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പള്ളിയുടെ ഹുർമത്തിന് മുത്തനജിസായ എണ്ണ കത്തിക്കുക എന്നുള്ള പള്ളിയുടെ ഹുർമത്തിനോട് യോജിച്ചതല്ല. ഇനി കൂട്ടത്ത് പറഞ്ഞപ്പോ പറയാമോ തസ്മീദു അർദിൻ, ഭൂമിയെ ബിനജസിൻ, നജസ് കൊണ്ടിട്ട് മെഴുകുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളെ നാട്ടിലില്ലേ ചാണകം കൊണ്ടിട്ട് അകം തേക്കുന്ന് അല്ലെങ്കിൽ മുറ്റം തേക്കുന്ന്, അതും എന്ന് പറഞ്ഞാൽ കറാഹത്തോടു കൂടി ജായിസാവും എന്നാ പറയണേ. മനസ്സിലായില്ലേ? വതസ്മീദു അർദിൻ ബിനജസിൻ, നജസ് കൊണ്ട് ഭൂമിയെ തസ്മീദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഴുക. ഇനി ചുടലും ഉണ്ട്. മണ്ണ് വളം ചേർക്കണതിനും തസ്മീദ് എന്ന് പറയും. ഇവിടെ പക്ഷെ വളം ചേർക്കണതിനെ പറ്റിയല്ല, ആവും വിധി തന്നെ. കൃഷിക്ക് വളം ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നിലം മെഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നു.
അതൊക്കെ ഹറാമില്ലെങ്കിലും കറാഹത്ത് വരുമെന്ന്, കറാഹത്തോട് കൂടി ജായിസാവുന്നു. എന്നാൽ നജസ് പറഞ്ഞപ്പോ ആ ബാബാട് പൂർത്തിയാക്കാന്ന് വെച്ചിക്ക. അതായത് നായനെ പോറ്റൽ ജായിസാവൂല. നായനെ ഇത് മുസ്ലിങ്ങൾ നല്ലോണം പഠിച്ചു വെക്കേണ്ട ഒരു മസല. ഇന്ന് വലിയ വിലപിടിപ്പുള്ള 10,000 വിലപിടിപ്പുള്ള വിവിധ തരത്തിലുള്ള പട്ടികളെ പോറ്റുന്നു എന്ന് മാത്രമല്ല, വീട്ടിൽ അകത്ത് സ്വൈരവിഹാരം നടത്തുന്നതിന് പുറമെ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ കൂടെ കൊണ്ടു നടക്കുന്നത് വരെ ഇന്ന് മുസ്ലിങ്ങൾ വ്യാപകമാക്കി. ഇംഗ്ലീഷുകാരന്റെ തനി സംസ്കാരം അത് ഹലാലാവൂലാണ്. എന്തിനൊഴിച്ച് ഇല്ലാലി സയ്യിദിൻ, വേട്ടയ്ക്ക് വേണ്ടിയാണെങ്കിൽ നായെ പോറ്റാം. വേട്ടയാടാൻ അത് പഠിപ്പിച്ച വേട്ട പഠിച്ച നായയെ വേട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് പോറ്റാം. അല്ല ഔ ഹെഫുലിമാലിൻ, അതല്ലെങ്കിൽ മുതല് കാക്കുക എന്ന് പറഞ്ഞാൽ വീടിന് പാറാവ് കാവല് നിൽക്കാന്, അല്ലെങ്കിൽ സ്വത്തിന് കാവല് നിൽക്കാന്, അല്ലെങ്കിൽ വിള സംരക്ഷിക്കാന്, അതല്ലെങ്കിൽ മൃഗത്തെ പോറ്റാന്. മേക്കാൻ ആട്ടിടയന്മാരെക്കാട്ടിലും ജാഗ്രതയാണ് പരിശീലനം കിട്ടിയ നായ ഉണ്ടെങ്കിൽ. അങ്ങനത്തെ ആവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഭംഗിക്ക് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി, ഒരു പരിഷ്കാരത്തിന് വേണ്ടി ഒക്കെ നായനെ പോറ്റൽ ഹറാമാണ്. ഹറാമാണെന്ന് മാത്രമല്ല, അവന്റെ ഇബാദത്തിന്റെ പ്രതിഫലങ്ങൾ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കേട്ടോ, മനിഖ്തന കൽബൻ ഇല്ലാ കൽബ മാഷിയത്തിൻ ഔദാരിബൻ ഔദാരിയൻ നഖസ മിൻ അജ്രിഹി കുല്ല യൗമിൻ ഖിറാതാനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസിന് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും ഒരാള് കാർഷിക ആവശ്യത്തിനോ അതല്ലെങ്കിൽ കാവൽ ആവശ്യത്തിനോ വേണ്ടിയല്ലാതെ ഒരാള് നായനെ പോറ്റിയാല് അവൻ ചെയ്യുന്ന സ്വാരിയായ അമലുകളുടെ പ്രതിഫലത്തിൽ നിന്നിട്ട് കുല്ലയോമിൻ ഖീറാത്താനി, 2 കൂമ്പാരം അവന് കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇബാദത്ത് കുറഞ്ഞവരാണ്, ഉള്ള ഇബാദത്തിന്റെ കൂലി അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്ന്. ഇനി കൂട്ടത്ത് പറയാ, വയുക്റഹു, കറാഹത്താക്കപ്പെടും, വലോലിംറാത്തിൻ, അത് പെണ്ണാണെങ്കിൽ പോലും കറാഹത്താക്കപ്പെടും. എന്ത്? തസീനു ഗൈരിൽ കഅബത്തി, കഅബ ഷരീഫ് അല്ലാത്തതിനെ അലങ്കരിക്കൽ, പട്ടുകൊണ്ടേ അലങ്കരിക്കുക. അല്ലാത്ത കഅബ ഷരീഫ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഷ്ഹദ് ഷരീഫ് ഒഴിച്ചു. അത് ആശയക്കാരൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാണ്, അത് ഒഴിച്ച്. ഇനി മറ്റമ്പിയാക്കന്മാരുടേതും അങ്ങനെ തന്നെയാണ്, അതും ഒഴിച്ച്. ഏതുപോലെ അല്ലാത്ത കണക്ക മഷ്ഹദ് സ്വാലിഹിൻ ഔലിയാക്കന്മാരുടെ മക്കാമ് പോലെ. എന്തുകൊണ്ട്? ബിഗൈരി ഹരീരിൻ, പട്ട അല്ലാത്തത് കൊണ്ട് അലങ്കരിക്കൽ കറാഹത്താണ്. എന്നാൽ മഹാന്മാരെ ആദരിക്കുക എന്ന നിലക്ക് ഇമാമത്ത് വെക്കുക അല്ലെങ്കിൽ ജാറം മൂടുക എന്ന് പറയുന്നത് അത് ഇതിൽപ്പെട്ടതല്ല. അത് അവിടെ അലങ്കരിക്കലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്ബറ അല്ലെങ്കിൽ ആ മക്കാമ് ആദരിക്കുക എന്ന നിലക്ക് കറാഹത്താണ് എന്നാ പറഞ്ഞത്. അത് കഅബ, അംബിയ മുർസലീങ്ങളുടെ മക്ബറ എന്നിവ ഒഴിച്ചാൽ ആ നിലക്ക് പാടില്ല. പിന്നെന്താ ചെയ്യുന്നത്? എങ്ങനെ? അത് മറ്റുള്ളവരിൽ നിന്നിട്ടും ഈ മഹാന്മാരെ വേർതിരിച്ചറിയാനും ആദരിക്കപ്പെടാനും ഉദ്ദേശിച്ചുകൊണ്ടും അതിന്റെ വരുമാനം ഖൈറായ മാർഗത്തിലേക്ക് വിനിയോഗിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ഉള്ള ജാറം മൂടൽ അനുവദനീയമാണ്. അത് മഹാന്മാരായ അയിമ്മത്ത് പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ അത് പറയേണ്ടതല്ല. ഹറാമായതും ഹറാമല്ലാത്തതും വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു വന്നപ്പോ യാദർച്ഛികമായി വന്നു എന്ന് മാത്രമുള്ളൂ. മഹാനായ ഇസ്മായിൽ ഹഖി റഹ്മഹുല്ലാ തന്റെ റൂഹുൽ ബയാനിലൊക്കെ ആ വിഷയം നന്നായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടെ ഉദ്ദേശത്തിനനുസരിച്ച് ഒരു കാര്യം തന്നെ ഹലാലാകലും ഹറാമാകലും ഉദ്ദേശത്തിനനുസരിച്ച് വരും. ഇവിടെ ഇപ്പൊ കറാഹത്ത് എന്ന് പറഞ്ഞതും ആ കറാഹത്ത് ഇല്ലാതിരിക്കലും ഉദ്ദേശത്തിനനുസരിച്ചാണ്.
തസ്യീൻ, അലങ്കരിക്കുക, മഹാന്മാരായുടെ മക്കാമിനെ അലങ്കരിക്കുക എന്ന നിലക്ക് കറാഹത്താണ് എന്നാ പറഞ്ഞു. അതേ സമയത്ത് അവരുടെ മഖ്ബറയുടെ മഹത്വം മറ്റുള്ളവർക്ക് വെളിവാകാൻ വേണ്ടിയിട്ടും അതിലൂടെ മറ്റുള്ളവർ അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന നിലക്ക് ആണെങ്കിൽ ഈ പറയുന്ന കറാഹത്ത് ബാധകം അല്ല. അതുപോലെ തന്നെ അതിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അത് അവിടെ സ്ഥിരമായിട്ട് വെക്കുകയല്ലല്ലോ ചെയ്യുക. അതെടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ട് ആ കാശ് കൊണ്ടോ അല്ലെങ്കിൽ ആ സാധനം തന്നെയോ സാധുക്കൾക്ക് ധർമ്മം ചെയ്യുകയോ മറ്റ് ഹൈറായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഈ കറാഹത്ത് ബാധകമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ തസ്യീൻ, അവരുടെ മഷദിനെ അഥവാ മക്കാമിനെ അലങ്കരിക്കുക എന്ന നിലക്ക് കറാഹത്താണ്. പട്ടുകൊണ്ടാണെങ്കിൽ ഈ പട്ടുകൊണ്ടാണെങ്കിൽ അലങ്കരിക്കുക എന്നത് ഹറാമുമാണ്. പട്ടല്ലാത്തത് കൊണ്ട് കറാഹത്തും പട്ടുകൊണ്ട് ഹറാമുമാണ് അലങ്കാരം. അത് പ്രത്യേകം മനസ്സിലാക്കുക. അലങ്കരിക്കുക എന്ന നിലക്കാവുമ്പം പട്ടുകൊണ്ടാവുമ്പം ഹറമിന് അല്ല മസ്ജിദ് കഅബ ഷരീഫിന് ജായിസാണ്. ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ അംബിയ മുർസലീങ്ങളുടെ ഖബറും അലങ്കരിക്കൽ ഹലാലാണ്. അല്ലാത്തത് പട്ടുകൊണ്ടാവുമ്പോൾ അലങ്കരിക്കൽ ഹറാമാണ്. പട്ടല്ലാത്തത് കൊണ്ടാണെങ്കിൽ അലങ്കരിക്കൽ കറാഹത്തുമാണ്.